ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമ്മൾ പ്രബോധനം ചെയ്യുമ്പം ആദ്യം ആരുടെയിലാണ് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ ആദ്യം പ്രബോധനം ചെയ്തത്? അത് കുടുംബത്തോടാണ്. ആദ്യമായി ഇറങ്ങിയ ആയത്തിൽപ്പെട്ടതാണ് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. ഇത് സൂറത്ത് തഹരീം 66-ാം അധ്യായം 6-ാം വചനാണ്. സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. അപ്പം നിങ്ങളെയും സ്വന്തത്തെയും കുടുംബത്തെയും. നമ്മൾ നമ്മൾ വിജ്ഞാനമുണ്ടാക്കണം, അത് കർമ്മത്തിൽ കൊണ്ടുവരണം, അത് പ്രബോധനം ചെയ്യണം. അത് പ്രബോധനം ചെയ്യുമ്പോൾ അത് ആദ്യം കുടുംബത്തിലാണ് പ്രബോധനം ചെയ്യേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു സൂറത്ത് നഹലിന് 125, 16-ാം അധ്യായം 125, വ അൻസിർ അഷീറത്തക്കൽ അഖറബീൻ. നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളെ നിങ്ങൾ താക്കീത് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം എന്ത് സംഭവിക്കും? കുടുംബങ്ങളെ താക്കീത് ചെയ്യുമ്പോഴും നമ്മളെ ആക്ഷേപിക്കാൻ തുടങ്ങും, ബഹിഷ്കരിക്കാൻ തുടങ്ങും. കാരണം നമ്മളെ കുടുംബത്തിലും ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും, ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരോട് പറയേണ്ടതുണ്ട്. സമൂഹത്തോട് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുടുംബത്തോടാണ്. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്, ഇന്ന് കുടുംബത്തോട് പറയാൻ നല്ല അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഇന്ന് നമ്മളൊരു വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കോ പോയാൽ അവിടെ ഒന്നും ആരും നമുക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടൂല. അതേസമയം എല്ലാവരും ഭൗതിക കാര്യങ്ങളായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരു ദഅവത്ത് അങ്ങനെ ഭംഗിയായി ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, കുടുംബ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ പ്രബോധകരെന്ത് ചെയ്യണം? ഈ ഗ്രൂപ്പുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രബോധനം ചെയ്യണം. കുടുംബത്തോട് നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തർക്കിക്കരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് പ്രബോധനം ചെയ്യുമ്പോൾ ഞാൻ വലിയ വിജ്ഞാനമുള്ള ആളാണ്, മാതാപിതാക്കൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ജയിക്കണമെന്ന നിയത്തോടെയൊന്നും അവരോട് പ്രബോധനം ചെയ്യരുത്. അള്ളാഹു പറഞ്ഞത് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അവരോട് തർക്കിക്കുക. ഒരു തർക്കം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അതേതാ? ഇത് സൂറത്തുൻ നഹലിലെ ആയത്താണ് 125. വജാദിൽഹും, അവരോട് തർക്കിക്കുക, ബില്ലത്തി, യാതൊന്നുകൊണ്ട്, അഹ്സന, ഏറ്റവും നല്ലത് ഏതാ? അത് അള്ളാഹുവിൻ്റെ വഹിയാണ്. അത് ഖുർആനും ഹദീസുകളും സഹാബാക്കളുടെ ആസാറുകളുമാണ്. അത് അള്ളാഹ് പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല സഹാബാക്കൾ പറഞ്ഞു റളിയല്ലാഹു അൻഹും. പിന്നെ അവർ പറഞ്ഞതുപോലെ കാല അൽ ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും അനുഭവിച്ചത് തന്നെ ചിലപ്പോൾ നമ്മളും അനുഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്താ പറഞ്ഞേ? സത്യം പറഞ്ഞപ്പം, തിന്മ തടയുമ്പം, നീ കുടുംബ ബന്ധം തകർക്കാൻ വന്നയാളാണോ? അതേ ആക്ഷേപം നമുക്കും കേൾക്കാം. ഇവൻ കുടുംബ ബന്ധം തകർക്കാൻ വന്ന ആളാണ് എന്ന് പറയാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വതവാസൗ ബിൽ ഹഖി, നിങ്ങൾ പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുക. വതവാസൗ ബിസ് സബർ, നിങ്ങൾ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. അപ്പം ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ, നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ വികാരപരമായി പ്രതികരിക്കരുത്. അവിടെ നമ്മൾ ഏറ്റവും നല്ലതായ പ്രമാണങ്ങൾ വിട്ട് നമ്മൾ വേറെ രീതിയിൽ തർക്കിക്കരുത്. അവർ ഒരിക്കലും വ്യക്തിഹത്യ നടത്തരുത്. നമ്മളെപ്പോഴും പ്രമാണങ്ങൾ കൊണ്ട് മാത്രം സംസാരിക്കുക. അത് വിജയിക്കും. പ്രമാണങ്ങൾ കൊണ്ട് സംസാരിച്ചാൽ ഏതൊരു വിഷയവും അത് ദീർഘിച്ചു പോവില്ല. ഏതൊരു വിഷയം നമുക്ക് നമ്മളെ കുടുംബത്തോട് സംസാരിക്കാം. 2-3 ദിവസം കൊണ്ട് വിഷയം തീർക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ
ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ മറ്റ് മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുത്. ബാറക്കല്ലാഹു ഫീക്കും. ആ ഗ്രൂപ്പിൽ പ്രബോധനത്തിൻ്റെ സന്ദേശങ്ങൾ മാത്രം അയക്കുക. ആരെങ്കിലും അതിനെ വിമർശിച്ചാൽ അതിന് മാത്രം മറുപടി പറയുക. വേറെ സംസാരങ്ങളോ ഭൗതിക സംസാരങ്ങളോ ഒന്നും പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും.